പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് മത്സരം ഉണ്ടായിരുന്നു. അതിനകത്ത് കവിതയ്ക്ക് ഇത്രയും ഇംഗ്ലീഷ് അറിയാവുന്ന കവിതയ്ക്ക് തന്നേക്കുന്ന മാർക്കാ നോക്ക്, 5 മുട്ട. കണ്ടോ, 5 മുട്ട മാർക്ക് തന്നേക്കുന്നു. ഇതിനകത്ത് ഒരെണ്ണം ഞാൻ ശരിയാക്കിയില്ല, ഡാഷ് ഇട്ടിട്ടുണ്ട്. അത് ഒരെണ്ണം പോയാൽ ബാക്കി 4 മാർക്ക് എനിക്ക് തരാനും, മൊത്തം ശരിയാക്കി എനിക്ക് തന്നേക്കും അവര് 5 മുട്ട മാർക്ക്. ആ രമണിക്കാണെങ്കിൽ 5 കിട്ടി. എനിക്ക് അവർ ചോദിച്ച ചോദ്യമാ അവന്റെ പേരെന്താന്ന്. ഞാൻ നല്ലതായിട്ട് എഴുതി ഹിസ് നെയിം ഈസ് വാട്ട്. അവര് അതിനൊന്നും തന്നില്ല. പിന്നെ അടുത്ത എന്തോ ചോദിച്ചായിരുന്നു, അവരെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അവരുടെ ഡാഷ് ഇട്ട് കൊടുത്തു. അത് പോട്ടെ. പിന്നെ അടുത്ത ചോദ്യം അവൻ എങ്ങോട്ടാ പോയതെന്ന്. ഞാൻ എഴുതി വെയർ ഈസ് ഹെയർ ഗോ എവേ. അതിനും അവരൊന്നും തന്നില്ല. നീ ഫുഡ് കഴിച്ചോ, ആർ യു ഫുഡ്, അതിനും അവരൊന്നും തന്നിട്ടില്ല. അവൻ നിന്നെ വിളിക്കാറുണ്ടോ, ഹി ഈസ് കോൾ ഫ്രം യു. ഇത്രയും നല്ലതായിട്ട് ഇംഗ്ലീഷ് എഴുതിയ കവിതയ്ക്ക് മുട്ട. ഇതൊക്കെ ഉണ്ടല്ലോ, ഇത് അവക്ക് 5 കൊടുത്തിട്ട് കവിതയ്ക്ക് 5 മുട്ട. ഇതൊക്കെ ഉണ്ടല്ലോ, അവളെ അറിയാവുന്നവരാ ജഡ്ജസ് ആയിട്ടിരുന്നത്. അതുകൊണ്ടാ അവക്ക് അത്രയും മാർക്ക് കൊടുത്തേക്കുന്നത്, എനിക്ക് മുട്ടയും തന്നേക്കുന്നത്. ഇത്ര ഇംഗ്ലീഷ് പറയുന്ന കവിതയ്ക്ക് മുട്ട മാർക്കോ?